അങ്ങനെ എന്നത്തെയും പോലെ ഞാൻ നേരെ നമ്മുടെ കലാപരിപാടി ആരംഭിച്ചേക്കാണ് അടുക്കളയിലത്തെ. ഇന്ന് നമ്മൾ കടലക്കറിയാണ് കേട്ടോ വെക്കുന്നത്. എല്ലാവരും ചോദിക്കാറുണ്ട് എന്നും ഇവിടെ പുട്ടാണോ കഴിക്കാനുള്ളതെന്ന്. അതെ, ഇവിടെ ഒരു പുട്ടുർമീസ് ഉണ്ട് കേട്ടോ. എൻ്റെ കെട്ടിയോൻ ആൾക്കാണെങ്കിൽ എന്ത് കിട്ടിയാലും തൃപ്തിയാവത്തില്ല, പക്ഷെ പുട്ട് കിട്ടിയാൽ വാരി കഴിച്ചോളും. കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് പുട്ട്. പിന്നെ എപ്പോഴെങ്കിലും ഇടയ്ക്കൊക്കെ അരിദോശ ഉണ്ടാക്കിയാലായി, ഗോതമ്പ് ദോശ, അങ്ങനെ ഉപ്പുമാവൊന്നും ഉണ്ടാക്കാറില്ല, ആൾക്കധികം ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നും ഞങ്ങൾ പുട്ടിലേക്കാണ് കടലക്കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാവിലത്തെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മുടെ നൈനൂട്ടീനെ സ്കൂളിലൊന്ന് വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നൈനൂട്ടി എഴുന്നേൽക്കുമ്പോഴത്തേക്ക് എൻ്റെ കടലക്കറിയും പുട്ടും ഒക്കെ റെഡിയാവും. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു പപ്പടം കൂടി അങ്ങ് വറുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ നൈനൂട്ടി എഴുന്നേറ്റ് വന്ന് കുളിച്ചൊക്കെ യൂണിഫോമൊക്കെ ഇട്ട് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ നൈനൂട്ടിക്ക് കണ്ണും പൊട്ടുമൊക്കെ തൊട്ട് കൊടുത്തിട്ട് ഞങ്ങളിതേ ഭക്ഷണം കഴിച്ചു. ഇന്ന് നൈനൂട്ടി എന്നോട് ഇച്ചിരി പിണക്കത്തിലാണ് കേട്ടോ. കാര്യം സ്കൂളിൽ പോകുമ്പോൾ ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് എനിക്ക് ഉമ്മയൊന്നും തന്നില്ല. എന്തായാലും അവർ സ്കൂളിൽ പോയിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.